പുരുഷന്മാർക്ക് മൊത്തത്തിൽ സ്ത്രീകളെ പേടിയാകുന്നു, ഇനി ബസ്സിൽ കയറാനുള്ള രീതിയിലുള്ള പേടി. പേടി ഉണ്ടെങ്കിൽ ഒരു ഡിസ്റ്റൻസിൽ ഇരിക്കട്ടെ, നല്ല ആൾക്കാരല്ല, ഞരമ്പുകളൊക്കെ ഒരു ഡിസ്റ്റൻസ് ഇടട്ടെ. പക്ഷെ ഇത് കാണിക്കുന്ന എന്തായാലും എനിക്ക് തോന്നുന്നില്ല അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും ഇത് കാണിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ആൾക്കാർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരു പാവം വിഭാഗപ്പെടുന്ന ആൾക്കാരായിരിക്കും എപ്പോഴും ടാർഗറ്റ് ചെയ്യുമ്പോൾ. ഈ ഇദ്ദേഹത്തെ പോലെ തന്നെ മനസ്സാവാച അറിഞ്ഞിട്ടില്ലാത്ത ഒരാളാണ് പേരയായത്. അതെ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ, അത് ആണായാലും പെണ്ണായെങ്കിലും, നമ്മൾ മനസ്സാവാച അറിഞ്ഞൂടാത്തൊരു കാര്യത്തിന് ആരെയും ബുള്ളി ചെയ്യാൻ പാടില്ല. ഞാൻ പറയും, എന്റെ പേഴ്സണൽ അഭിപ്രായമാണ്, ഇതിൽ ആ പെൺകുട്ടിയെ പോലെ സോഷ്യൽ മീഡിയ ഈസ് ഈക്വലി റെസ്പോൺസിബിൾ ഫോർ സംബഡീസ് ഡെത്ത്. അതെ. കാരണം ഇപ്പൊ ഇതൊക്കെ ആൾക്കാർ ഭയങ്കരമായിട്ട് പ്രസംഗിക്കുന്നു. അന്ന് ഈ വീഡിയോ ഇറങ്ങിയ സമയത്ത് ഇവരും ബുള്ളി ചെയ്തിട്ടുണ്ട് ഇഷ്ടം പോലെ. ഇപ്പൊ ആരതിന്, ഒരാളുടെ ഫേസും ഫിഗറും നമുക്ക് അറിയാവുന്നതുകൊണ്ട് എല്ലാവരും കൂടെ എടുത്ത് ആ കുട്ടിയുടെ തലയിൽ വെക്കുന്ന, ആ കുട്ടി ചെയ്തത് വളരെ മോശമായിട്ടുള്ള കാര്യം തന്നെയാണ്, അത് ഉള്ളത് തന്നെയാണ്, അതല്ല ഞാൻ പറയുന്നത്. പക്ഷെ സോഷ്യൽ മീഡിയ ബുള്ളിയിങ്ങും ഒരു വലിയൊരു ഫാക്ടർ തന്നെയാണ്. എത്ര ആൾക്കാർ ഇങ്ങനെ ഭയങ്കര മാനസികമായിട്ട് വ്രണപ്പെടുത്തുന്ന രീതിയിൽ ഇഷ്ടം പോലെ സംസാരിക്കുന്ന റിയാക്ഷൻ വീഡിയോസ് ആണെങ്കിലും ഒക്കെ ചെയ്യാറുണ്ട്. അതൊക്കെ മോശം തന്നെയാണ്. ഒരു പരിധിക്ക് മേളിൽ ഒരാളെ ബുള്ളി ചെയ്യുന്നത് മോശമാണ്. അവരൊക്കെ എപ്പോഴാണ് ഈ പറഞ്ഞ പോലെ ഒരു പ്രത്യേക ഒരു മൈൻഡ് സെറ്റിലാണല്ലോ നമുക്ക് അങ്ങനെ തോന്നുന്നത്. ഒരാളുടെ സാഹചര്യം എന്താണെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റില്ല. ചുമ്മാ ഇങ്ങനെ കമന്റ് ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല ഒരാളുടെ ലൈഫ് പോകുന്നത്.